ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പെപ്പർ ചിക്കനാണ്. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് കാണാം. അതിനായി ഞാനിവിടെ സവാള നല്ല നേരിയതായിട്ട് കട്ട് ചെയ്തത് ഒരു 5 എണ്ണം മീഡിയം സൈസാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പച്ചമുളക് ഒരു 5 എണ്ണം, കുറച്ച് മല്ലിയില, അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്താൽ മതി, കുറച്ച് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി 2.5 ടേബിൾ സ്പൂൺ, പിന്നെ 4 വലിയ തക്കാളി, 1.25 കിലോ ചിക്കൻ. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു കടായി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടി വരണം. അത് പൊട്ടിയതിന് ശേഷം നമുക്ക് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാടി വരണം. അതൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ആ പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ചൊന്ന് നന്നായിട്ട് വാടി വരണം. അപ്പോൾ അതിനാവശ്യമായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിടുമ്പോൾ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിടാം, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് സവാളയൊക്കെ കരിഞ്ഞു പോവും. ഇതിപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത്, ബാക്കി കറിവേപ്പില നമുക്ക് പിന്നീടാണ് ഇടേണ്ടത്, ഇപ്പോൾ കുറച്ചിട്ടാൽ മതി. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നവരെ ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മല്ലിപ്പൊടി 2.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാളയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ആ റോ ഫ്ലേവർ ഒന്ന് ജസ്റ്റ് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ മെയിനായിട്ടും കുരുമുളക് പൊടിയാണ് കൂടുതൽ ചേർക്കുന്നത്, അതുകൊണ്ടാണ് മുളക് പൊടി വളരെ കുറച്ച് ചേർത്തത്. ഇനി 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ സമയത്ത് തീ വളരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കണം. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കുരുമുളക് ചേർക്കുന്നത്. 2.5 ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കുരുമുളക് ആദ്യം കാണിച്ചത്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇതെല്ലാത്തിന് ശേഷം നമുക്ക് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇതിൽ ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് തീ ആക്കി വെക്കാം. ഇനി ചിക്കൻ ഈ എണ്ണയിലും ആ ഗ്രേവിയിലൊക്കെ കിടന്നൊന്ന് മൊരിഞ്ഞ് വരണം. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം മൂടി വയ്ക്കാം. അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ തുറന്ന് നോക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണമെങ്കിൽ ഈ സമയത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ അതിലേക്ക് വെള്ളമൊക്കെ കുറച്ച് തിളച്ച് വരുന്നുണ്ട്. ഇതുണ്ടെന്ന് കാണാൻ പറ്റും. കുറേശ്ശെ വെള്ളമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി ഒരു 15 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം. ഇനി ഇതിന് ശേഷം ചൂടുവെള്ളം ഒരു 2 കപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്. കാര്യം നമുക്ക് ഓൾറെഡി കുറച്ചൊന്നും മൊരിഞ്ഞ ചിക്കനാണ്, അതിൽ ആ പച്ചവെള്ളം ചേർക്കുമ്പോഴേക്കും അതിൻ്റെ ഒരു ടേസ്റ്റിനൊരു വ്യത്യാസം വരും. ഇനി തുറന്നൊന്ന് ഞാൻ തിളച്ച സമയത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല. മറ്റുള്ള പാത്രങ്ങളിലൊക്കെ വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ കരിഞ്ഞു പോവും. ഈ സമയത്ത് ഉപ്പ് കുറവായിട്ട് തോന്നിയപ്പോൾ ഞാനൊരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട്, ഇനി ഈ സമയത്ത് കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആ കുരുമുളക് 2.5 ടേബിൾ സ്പൂണോളം എടുത്തത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഈ ചതച്ചിട്ട് ഇതിൻ്റെ മേലിലേക്ക് ഇടുമ്പോൾ നമ്മൾ ഈ പെപ്പർ ചിക്കനൊക്കെ കഴിക്കുമ്പോഴേക്കും ഒന്ന് ഇത്തിരി കുരുമുളക് കടിക്കുന്നത് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ആ ചതച്ച കുരുമുളക് ഇതിൻ്റെ മേലിലേക്ക് ഈ ഗ്രേവിയൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നപ്പോഴേക്കും മേലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി പിന്നീട് ചേർക്കാം. ചൂടുവെള്ളം ചേർത്തതിന് ശേഷം വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ അരമണിക്കൂറോളം കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ലതായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്. മല്ലിയില ഞാൻ പറഞ്ഞ ഓപ്ഷനാണെന്ന്. ഇനി ലാസ്റ്റായിട്ട് ഞാൻ 1/2 ടേബിൾ സ്പൂണും കൂടെ ആ ചതച്ച കുരുമുളക് ചേർത്ത് ഇളക്കിയെടുക്കുകയാണ്. ഇപ്പോൾ ചിക്കനൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. വളരെ ചെറിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്.
അപ്പം ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.